നവകേരള യാത്രയ്ക്കിടയിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആലപ്പുഴയിൽ പ്രതിഷേധക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ SIT സംഘത്തലവൻ ആലപ്പുഴയിൽ എത്തിയെന്ന വാർത്തകൾ വരുന്നു. TK ഷൗക്കത്ത് അലിയാണ് SITയുടെ തലവൻ. AP ഷൗക്കത്ത് അലിയാണ്. അദ്ദേഹം അവിടെ യോഗം ചേരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി തത്സമയം ചേരുന്നു. അശ്വിൻ, ഇത്ര കാലവും ഭരണത്ത് വെച്ചത് ഒരു കേസാണ് ഇപ്പോൾ പുതിയ സർക്കാർ അന്വേഷണത്തിനെടുത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇപ്പോൾ ഷൗക്കത്ത് അലി എത്തിയെന്നല്ലേ വിവരം? ഏകദേശം 10 മണിയോടുകൂടിയാണ് AP ഷൗക്കത്ത് അലി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിയത്. പ്രാഥമികമായി വിഷയവുമായി ബന്ധപ്പെട്ട ഫയലുകൾ വിളിച്ചു വരുത്താനാണ് SP തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും അന്വേഷണം അടക്കമുള്ള നടപടികളിലേക്ക് കാര്യമായി കടക്കുക. നിലവിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നേരിട്ട് ഇദ്ദേഹം ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമൊക്കെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം SIT രൂപീകരിച്ച് SITയിൽ നിലവിലുള്ള അംഗങ്ങളിൽ പലരും വിവിധ യൂണിറ്റുകളിലാണ് ഉള്ളത്. അവരെ റിലീവ് ചെയ്ത ശേഷം നേരിട്ട് ആലപ്പുഴയിലെത്തി ഒരു യോഗം കൂടി ചേരും എന്നാണ് SP ഷൗക്കത്ത് അലി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഓൺലൈൻ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കേസ് അന്വേഷണത്തിന്റെ മുന്നോട്ട് പോക്ക് എങ്ങനെ വേണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായൊരു രൂപരേഖ തയ്യാറാക്കും. ഏറ്റവും പ്രധാനമായും ആലപ്പുഴയിൽ ഇതുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കേണ്ട നിരവധി ആളുകളുണ്ട്. അന്നത്തെ സാക്ഷികളൊപ്പം ഈ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകനായ ജോജി, ഒപ്പം മർദ്ദനമേറ്റ AD തോമസ്, യൂത്ത് കോൺഗ്രസ് നേതാവായ അജയ് ജോൽ കുര്യാക്കോസ് അടക്കമുള്ള ആളുകളുടെ മൊഴി പ്രാഥമികമായി രേഖപ്പെടുത്തും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകം ഈ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണാണ്. അത് ഒരു വർഷം കഴിഞ്ഞ സംഭവം നടന്ന ഒരു വർഷത്തിന് ശേഷമാണ് അന്നത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ അത് വാങ്ങിക്കുന്നതും. അതും കഴിഞ്ഞ ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇത് പ്രാഥമിക ഫോറൻസിക് പരിശോധനയ്ക്കടക്കം അയക്കുന്നതും. അന്ന് ഈ കേസ് അന്വേഷിച്ചിരുന്നതും ആലപ്പുഴ ക്രൈംബ്രാഞ്ചാണ്. അതിന് തെളിവുകളില്ല, സാക്ഷിമൊഴികളില്ല എന്നുള്ളതായിരുന്നു അന്ന് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് അടക്കം വിളിച്ചു വരുത്തി ഒരു പുനഃപരിശോധന അതിൽ ഉണ്ടാകും. അന്ന് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്ന ആള് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തെളിവില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ നൽകിയതെന്നുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ കൂടി മൊഴിയെടുക്കാനാണ് നിലവിൽ SITയുടെ തീരുമാനം. എന്തായാലും നിർണായക യോഗം SITയിലെ മറ്റംഗങ്ങൾ കൂടി ആലപ്പുഴയിലേക്ക് നേരിട്ടെത്തിയ ശേഷമായിരിക്കും. ഇപ്പോൾ പ്രാഥമിക ഓൺലൈൻ യോഗം അകത്ത് SP ഷൗക്കത്തിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഒരു പ്രതികരണവും ഈ സംഭവത്തിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.